ഒരു ഡിഞ്ചിയിൽ തുഴഞ്ഞിങ്ങനെ വരുമ്പോൾ ഓളം കടൽത്തൊര വന്നിട്ട് അടിച്ചിറങ്ങും. ഈ ഇറങ്ങുമ്പോൾ ഈ മുമ്പോട്ട് വരും തര കുറേ പുറകോട്ട് ഈ ഡിഞ്ചി പോകും. ഏതാണ്ട് ഒരു 3 അടി മുമ്പോട്ട് 2 അടി പുറകോട്ട് എന്ന രീതിയിൽ 8-9 മണിക്കൂറുകൾ ഇവർ പ്രയത്നിച്ചാണ് കര വരുന്നത്. കര വരുമ്പോഴത്തേക്കും അരിക്ക് താഴേക്ക് മരവിച്ച് വീഴുന്നു, വെള്ളത്തിൽ കിടന്നു. അപ്പോൾ ഇവർക്ക് പിന്നെ ചാടി ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവർ ചാടാൻ നോക്കുമ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ തിര വരച്ചങ്ങ് പോവും. അവസാനം ഉരുണ്ട് കടലിൽ തിര ഇങ്ങനെ അടിച്ച് കയറി കരയ്ക്ക് വരുമ്പോൾ ഉരുണ്ടങ്ങ് വീണ് കരയിൽ വീണു, ഇങ്ങനെ പോയി. അപ്പോൾ ഇതെല്ലാം ഈ കോസ്റ്റ് ഗാർഡിൽ ഒരാൾ മുഹമ്മദ് അലി, ചെറിയ പുരയ്ക്കൽ മുഹമ്മദ് അലി, എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ഒന്നുമില്ല. പുള്ളിയെ നോക്കി നോക്കിയാണ്. ഇവന്മാർ ജപ്പാൻ്റെ ചാരന്മാരാണ് എന്നുള്ളവർ ഇവനൊക്കെ ഒന്ന് നേരെ സെയ്താലിക്കുട്ടി മുതലാളിയെ, സെയ്താലിക്കുട്ടി മാസ്റ്ററിനെ അറിയിച്ചു. സെയ്താലിക്കുട്ടി മാസ്റ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രമാണിയാണ്, ജന്മിയാണ്. അദ്ദേഹം മാസ്റ്ററിനെ വിളിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അധ്യാപകനായതുകൊണ്ടല്ല, കടപ്പുറത്ത് ജോലി ചെയ്യുന്ന കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികളാണ് കൂടുതൽ, അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്, അവർക്ക് അക്ഷരാഭ്യാസം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ സെയ്താലിക്കുട്ടി മാസ്റ്റർ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൂടി പള്ളിക്കൂടം പോലെ ഒരു സാധനം ഉണ്ടാക്കി ഇവരെ പഠിപ്പിക്കുന്നു. ഫീസ് വാങ്ങിച്ചിട്ടല്ല, അവർക്ക് വിദ്യാഭ്യാസം കൂടി കൊണ്ട് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഈ പറഞ്ഞ മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ് BA-കാരനാണ്, അന്നത്തെ BA-കാരനാണ്. അപ്പം മുഹമ്മദ് എന്ന കൂട്ടത്തിൽ വിദ്യാസമ്പന്നൻ എന്ന നിലയിൽ സെയ്താലിക്കുട്ടി സാഹിബിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. ഗവൺമെൻറ്റിൻ്റെ ആൾ സെയ്താലിക്കുട്ടി മാസ്റ്ററാണ്. എങ്കിലും സെയ്താലിക്കുട്ടി മാസ്റ്ററുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മുഹമ്മദാണ്. അവസാന വാക്ക് സെയ്താലിക്കുട്ടിക്ക് മുഹമ്മദ് പറയണം. അങ്ങനെ ഇതിങ്ങനെ ഒന്നും സെയ്താലിക്കുട്ടി മാസ്റ്ററിനോട് തന്നെ മുഹമ്മദിനെ അറിയിച്ചു. മുഹമ്മദിനെ അറിയിച്ചപ്പോൾ ഇത് പെശക് സാധനമാണല്ലോ. ഉടനെ മുഹമ്മദ് പട്ടാള ക്യാമ്പിനെ അറിയിച്ചു. ഒരു 3/4 മണിക്കൂറിനകം പട്ടാളം ഇവരിന്ന് എങ്ങ് വളഞ്ഞു. അപ്പോൾ ഇവർ ഡിഞ്ചിയൊക്കെ കുഴിച്ചിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതുമൊക്കെ അവർ പട്ടാളക്കാരൊക്കെ എടുത്ത് ഇവരെ പിടികൂടിയപ്പോൾ ഇവരുടെ കയ്യിൽ 10ൻ്റെ 500 രൂപയുണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ. അന്നത്തെ കാലത്ത് 10 വരെ വിലയേറിയ 10ആണ്. പിന്നെ ഇവർക്കുള്ളത് ഒരു ലെറ്ററാണ്. ആ ലെറ്ററിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാളിന് കിട്ടുന്ന ലെറ്ററിൻ്റെ വിവരം അടുത്തയാളിനോട് പറയരുത്, അടുത്തയാൾ അത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഓരോരുത്തർക്കും ഓരോ ഡയറക്ഷനാണ്. ഒരിടത്ത് സങ്കേതത്തിൽ എത്തിക്കഴിഞ്ഞാൽ വക്കം ഖാദർ അദ്ദേഹത്തിൻ്റെ ലെറ്റർ നോക്കുമ്പോൾ ഇന്നത് ചെയ്തോളണം, ഇന്നടത്ത് പൊയ്ക്കോളണം, അവിടെ നിന്നെ കാണാൻ ആൾ വരും. ഖാദറിനുണ്ടായിരുന്ന ഗുജറാത്തിൽ ഒരു മുന്നൂട്ടത്തിൽ പോകാനായിരുന്നു, അവിടെ നിന്നെ വന്ന് കൊണ്ടുപോയിക്കൊള്ളൂ എന്നായിരുന്നു. വഴിതെറ്റിയാണ് ഇവിടെ ഇറങ്ങിയത്. ഇവിടെ വന്ന വഴിതെറ്റിയല്ല, ഇവരിങ്ങനെ വന്നു. ഇവിടെ കേരളീയരല്ലേ, അതുകൊണ്ടൊന്നുമില്ല. ബോണിഫേസിൻ്റെതൊക്കെ ബറോഡയിലാണ്. വക്കംകാരനല്ലേ? അല്ല, കണിയാപുരം പുതുക്കുറിച്ചി. ആ ഒറ്റ ദിവസം തന്നെ എല്ലാവരും അകത്തായി. അതെന്തുകൊണ്ട്? അവിടെയാണ് ആ ചാതി കിടക്കുന്നത്. അനന്തൻ നായർ എന്നൊരു കഥാപാത്രമുണ്ട്. ഈ അനന്തൻ നായർ ബഹുമെടുക്കനായിരുന്നു. ഈ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് എല്ലാ നേതാക്കന്മാരും, എല്ലാ പ്രമാണിമാരും, ഉദ്യോഗസ്ഥരും എല്ലാവരുമായിട്ട് അവന് അടുപ്പമുണ്ട്. എല്ലാ മേശയിലും ഇരിക്കുന്ന ക്ലാർക്കന്മാരുമായിട്ട് അടുപ്പമുണ്ട്. ഇവൻ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയിൽ എല്ലാ രഹസ്യങ്ങളും യവനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓരോരുത്തരെ അയക്കുന്നതൊക്കെ ഇന്നടുത്തായിരിക്കും ഇറങ്ങുക, ഇന്ന കപ്പലിൽ പോകുന്നു, ഇന്ന തുറമുഖത്തായാലും അല്ലെങ്കിൽ ഇന്ന പ്രദേശത്തായിരിക്കും ഇറങ്ങുക എന്നൊക്കെ ഇവനറിയാം. വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. ഇവർ അറസ്റ്റിലായാൽ അവിടെ ഗോഡൗണിൽ കൊണ്ടിരുത്തി, സെയ്താലിക്കുട്ടി മാസ്റ്ററുടെ ഗോഡൗണിലിരുത്തി. അപ്പോഴത്തേക്കും ഹസനാറൂട്ടി സാഹിബ് താനൂരിലെ, അദ്ദേഹം ഇപ്പം മരിച്ചിട്ട് കുറച്ച് കാലമാവും. അദ്ദേഹം അന്ന് മാതൃഭൂമി ലേഖകനാണ്, അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവാണ്. ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പത്രത്തിൻ്റെ ഒരു പരസ്യം കൊടുത്തതിന് വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജീവചരിത്രം എഴുതാൻ ഉദ്ദേശിക്കുന്നു, എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ അയച്ചു തരണം എന്നും പറഞ്ഞത്. ഹസനാർകുട്ടി സാഹിബ് ദീർഘമായൊരു കത്തെഴുതി ഞാൻ അയച്ചു തന്നിട്ട് പറഞ്ഞ് സുകുമാരനെ സൗകര്യപ്പെടുമെങ്കിൽ താനൂർ വന്നു പറഞ്ഞു. ഞാൻ താനൂർ പോയി ഹസനാർകുട്ടി സാഹിബിനെ കണ്ടു. നമ്മൾ ഡീപ്പായി സംസാരിച്ചു. എന്നെ കടപ്പുറത്ത് ഒരു മാധ്യമത്തിൻ്റെ തന്നെ ഒരു ലേഖകനെ, ഫോട്ടോഗ്രാഫറെ വിളിച്ച് പറയുന്നിടത്തെല്ലാം കൊണ്ടുപോകണം, എന്താണോ ഫോട്ടോ ഏതോണോ ചെയ്തോണം ഞാൻ
നോക്കിക്കൊള്ളുന്നത്. എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറും വന്ന ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരെ പിടിച്ചതിന് ശേഷം ഇവർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. സൈതാലിക്കുട്ടി മാസ്റ്റർക്ക് മറ്റുമൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. പ്യൂർ ആൻഡ് ഓർണമെൻറ്റ്സ് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയിലാണ് അത്. ആ പുസ്തകത്തിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർമ്മാണം നടത്തിയത്. ഈ സാധനം അവിടെ കാത്തലിക് സിറിയൻ ബാങ്കിൽ ഇരിപ്പുണ്ട്, താനൂർ. അത് കൊണ്ടുവച്ചേക്കുന്നത് കുട്ടി അഹമ്മദ് കുട്ടിയാണ്. അതെ, കുട്ടി അഹമ്മദ് കുട്ടി എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടി അഹമ്മദ് കുട്ടിയുടെ വാപ്പയാണ് സയ്യിദാലിക്കുട്ടി സാഹിബ്. അത് ശരി. അപ്പോൾ ബന്ധങ്ങൾ മനസ്സിലായല്ലോ. സയ്യിദാലിക്കുട്ടി സാഹിബിൻ്റെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വക്കം ഖാദറിൻ്റെ അനിയൻ്റെ മോനും ഞാനും കൂടെയാണ് പോകണം. അവിടെ ചെന്ന് വീട്ടിൽ കയറി. അപ്പോൾ ശേഷാരൻ മാത്രമേ ഉള്ളൂ. ശേഷാരൻ പറഞ്ഞ മോനെ ഞാൻ ചരിത്ര പുസ്തകം എഴുതുകയാണ്. ആ ചരിത്ര പുസ്തകത്തിൽ സയ്യിദാലിക്കുട്ടി സാഹിബിന് ഒരു കഥാപാത്രമാണ്. അപ്പോൾ പുള്ളിയുടെ പേരൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. നല്ല നല്ല പേരൊക്കെ കിട്ടും. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നടന്നു പറഞ്ഞ്. അപ്പോൾ അവൻ പറയും ഫോട്ടോ ഇല്ല, ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ട്, അത് തന്നിട്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് സയ്യിദാലിക്കുട്ടി സാഹിബിൻ്റെ ഫോട്ടോ മതി. എന്നിട്ട് ഇതും കൊണ്ട് നമ്മൾ ബാങ്കിൽ വന്നു. ബാങ്കിൽ വന്ന് മാനേജർ പറഞ്ഞ സാധനമൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അത് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കാണിക്കാനൊന്നും പറ്റില്ല. പെർമിഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ പറ്റില്ല എന്നാണ്. അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ പെർമിഷന് വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെന്നൊന്നും ഫോട്ടോ ഇടുന്ന ചിലപ്പോൾ നമുക്ക് അടി കിട്ടും. കാണുന്നവർക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമല്ലോ. ഈ സാധനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമായി പറയാം. ഒരു അവാർഡ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്നത്തെ 10 പവൻ്റെ ഉരുപ്പടിയാണ് ആദ്യത്തെ അവാർഡ് സയ്യിദാലിക്കുട്ടി സാഹിബിന് കൊടുക്കുന്നത്. നമ്മൾ വക്കം ഖാദറിനെ പിടിച്ചു കൊടുക്കുന്നതിന്. അതെ, പിടിക്കാൻ സഹായിച്ചത്. അതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഓരോ തരത്തിലുള്ള പാരിതോഷികങ്ങൾ കിട്ടി, ഓരോ എമൗണ്ടുകൾ കിട്ടി. പക്ഷേ നമ്മൾ കണ്ട വക്കം ഖാദറിനെ ആദ്യമായി കണ്ട സാഹിബ് പരാതിക്കാരനാണ്. നമ്മൾ സാഹിബിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ദരിദ്രവും ചുറ്റുപാടൊക്കെ മോശം, മൂപ്പിൽ പറക്കുന്നു പ്രായം കൊണ്ട്. നിങ്ങളെന്തായാലും വക്കം ഖാദറിൻ്റെ കേസ് അന്വേഷിച്ച് വന്നല്ലോ, നിങ്ങൾ സർക്കാരിൻ്റെ അടുത്തൊരു കാര്യം പറയണം. അന്ന് എല്ലാവർക്കും അവാർഡ് കൊടുത്തു, പക്ഷേ വക്കം ഖാദറിനെ ആദ്യമായി കണ്ടതും കണ്ടുപിടിക്കാൻ സർക്കാരിനെ അറിയിച്ചതുമൊക്കെ ഞാനാണ്. എനിക്കൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വിഹിതം കൂടി എനിക്ക് തരുന്നതിന് നിങ്ങൾ നടപടിയെടുക്കണം. അല്ല, മുഹമ്മദ് അലി, ഈ കോസ്റ്റൽ ഗാർഡ് ഇത് ഈ കോസ്റ്റൽ ഗാർഡിൽ പെട്ടയാൾ. ഇവരിങ്ങനെ വരുന്നത് കണ്ടയാൾ അവരാണ്. അയാൾക്കാണ് ഇത് കിട്ടിയില്ലെന്ന് പറയുന്നത്. മറ്റവരൊക്കെ ഹൈ പൊസിഷനിലുള്ളവരില്ലേ, അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള ആ വിഷയം ഒഴിച്ചാൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിഷയം ഒഴിച്ചാൽ സർവ്വാദരണീയനാണ് അവിടെ സയ്യിദാലിക്കുട്ടി സാഹിബ്. ആ കുടുംബവും അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു ഹൈ ലെവലിലാണ്. ആ സയ്യിദാലിക്കുട്ടി മാസ്റ്റർക്ക് പിന്നീട് അവിടെ മെമ്മോറിയൽ സ്കൂളുണ്ട് പിൽക്കാലത്ത്. അതൊക്കെ അവർ സമൂഹത്തിൽ അവർ അത്തരത്തിലുള്ള ആളാണ്. ഈ രാഷ്ട്രീയ വിഷയത്തിൽ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് പക്ഷത്ത്, അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ പുസ്തകമെല്ലാം റെഡിയാക്കി പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്നു. വക്കം പുരുഷോത്തമൻ എന്ന MP ആണ് 47ാം രക്തസാക്ഷിത്വ ദിനാചരണം ഇവിടെ കായിക്കരകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അയാൾ പറഞ്ഞു, വക്കം ഖാദറിൻ്റെ ജീവിത നിർണായക സന്ദർഭങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിന് പല അഭിപ്രായങ്ങൾ, പല നിറം വരില്ല. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന് ഒരു രൂപമേ കാണൂ, പക്ഷേ ഇവിടെ പല രൂപങ്ങളിൽ പ്രചരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സത്യം കണ്ടെത്തണം. സത്യം കണ്ടെത്തണമെങ്കിൽ വക്കം ഖാദറിന് ക്ലിപ്തമായൊരു ജീവചരിത്രം ഉണ്ടാവണം. അത് ആധികാരികമായിരിക്കണം. അത് ഖാദർ അസോസിയേഷൻ ചെയ്യണം. അങ്ങനെയാണ് അവർ. എന്നാൽ പിന്നെ അത് സുകുമാരൻ തന്നെ എഴുതട്ടെ എന്ന് തീരുമാനിക്കുന്നത്. ഞാനും കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അന്ന് 2ാം ലോകമഹായുദ്ധം പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്ക് എത്ര പോരാ, ഞാനൊക്കെ കേട്ടതൊക്കെ അല്ലേ ഉള്ളൂ, നിസ്സാരമായ കാര്യമല്ലല്ലോ. അപ്പോൾ അവരെന്താ പറഞ്ഞു, 3 വർഷമുണ്ട് നിനക്ക് പഠിക്കാൻ. ഇത് 47ാമത്തെ വർഷമാണ്. 50ാം വർഷത്തിൽ നമുക്ക് പുസ്തകം ഇറക്കിയാൽ മതി. ആ 3 വർഷം കൊണ്ട് പഠിച്ച് സാധനം തയ്യാറാക്കുക.